ഇന്നുമായി പ്രധാനമന്ത്രി സംസാരിക്കുകയാണ്. അപ്പോൾ ഭീകരതയ്ക്കെതിരെ എന്താണ് രാജ്യം കൈക്കൊള്ളാൻ പോകുന്നത്? രാജ്യത്തിന്റെ നിലപാട് എന്താണ്? കൃത്യമായി തന്നെ നയം വ്യക്തമാക്കിയിരിക്കുകയല്ലേ പ്രധാനമന്ത്രി? അല്ല, പ്രധാനമന്ത്രി ഇതിനു മുൻപും ഇത്തരം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. രാജ്യത്തിന് ആവശ്യം ഇത്തരം ഗിരിപ്രഭാഷണങ്ങളാണോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള മൂർത്തമായ ചോദ്യം. ഈ ആക്രമണങ്ങൾ നടക്കുമ്പോൾ നമുക്കറിയാം അത് ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയാണ്. ഭീകരർ അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് തടയാൻ നമുക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല, ഈ പറയുന്ന സംഭവം നടന്ന സ്ഥലത്തും സുരക്ഷയൊരുക്കുന്നതിൽ പരാജയപ്പെട്ടു. പക്ഷേ കോൺഗ്രസ് പോലൊരു പ്രതിപക്ഷ പാർട്ടി അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ, അത് പർവ്വതീകരിക്കാതെ വളരെ കൃത്യമായൊരു നിലപാടാണ് എടുത്തത്. ഇപ്പോൾ പോലും കോൺഗ്രസിന് വിമർശിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ മോദി ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന നയപരമായ വൈകല്യങ്ങൾ, അവരുടെ കഴിവുകേടുകൾ ചൂണ്ടിക്കാണിക്കുന്നില്ലെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ രാഷ്ട്രം പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ രാജ്യത്തിനോടൊപ്പം നിൽക്കുക, രാജ്യത്തിൻ്റെ സൈന്യത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ള എല്ലാ കാലത്തും കോൺഗ്രസ് എടുത്ത നിലപാട് തന്നെയാണ് കോൺഗ്രസ് ഇവിടെ പിന്തുടരുന്നത്. പക്ഷേ ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്കുള്ള പിന്തുണയായി ധരിക്കരുത്, ഇതൊരു ഗവൺമെൻറ്റിനുള്ള പിന്തുണയായി ധരിക്കരുത്. ഇത് രാജ്യത്തിനുള്ള പിന്തുണയാണ്, രാജ്യത്തിൻ്റെ സേനയ്ക്ക് കൊടുക്കുന്ന പിന്തുണയാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കഴിവുകേടുകൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇപ്പോൾ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. ഇവിടെ നിങ്ങൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അതിൻ്റെ ആഭ്യന്തര പരമാധികാരം ഈ അമേരിക്ക എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടരെ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്? മുൻപ് എല്ലാ കാലത്തും കാശ്മീർ പ്രശ്നത്തിൽ നമ്മുടെ നിലപാടെന്താ? കാശ്മീർ പ്രശ്നത്തിൽ ഒരു മൂന്നാം കക്ഷിയെ ഇടപെടിക്കില്ല എന്നുള്ള നിലപാടാണ് നമ്മൾ എല്ലാ കാലത്തും എടുത്തത്. നമ്മളുമായി ഉറ്റ സൗഹൃദ ബന്ധമുള്ള രാജ്യങ്ങളുണ്ട്, നമ്മളുമായി വളരെ ദീർഘകാല അടുപ്പമുള്ള രാജ്യങ്ങളുണ്ട്. അവരൊക്കെ ഇതിൽ ഇടപെടാം, പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ സന്ദർഭത്തിലൊക്കെ വളരെ ബഹുമാനത്തോടെ നമ്മൾ ആവർത്തിച്ച് നിശ്ചയദാർഢ്യത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും മാത്രമുള്ള ഒരു ഉഭയകക്ഷി ബന്ധത്തിൽ പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു മൂന്നാം കക്ഷിക്ക് അതിനകത്തൊരു റോളും ഇല്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നെങ്കിൽ, അമേരിക്കയുടെ പ്രസിഡന്റ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞങ്ങളാണത് പരിഹരിച്ചത്. ഇന്ത്യയുടെ യുദ്ധവും സമാധാനവും തീരുമാനിക്കേണ്ടത് ആരാ? ഇന്ത്യയാണ്, ഇന്ത്യയുടെ ഗവൺമെൻറ്റാണ്. പക്ഷേ നമ്മളുടെ വിദേശകാര്യ നയത്തെ പോലും നമ്മളുടെ രാജ്യ പരമാധികാരത്തെ പോലും പരിഹാസ്യമാക്കിക്കൊണ്ട് അമേരിക്ക ആവർത്തിച്ചിങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്താണ് ഒന്നും പറയാതിരിക്കുന്നത്? ഇത്തരം പ്രഭാഷണങ്ങൾക്കപ്പുറത്ത്, ഇത്തരം മിനുക്കുപണികൾക്കപ്പുറത്ത്, ഇത്തരം മോഹിപ്പിക്കുന്ന വാഗ്ധോരണികൾക്കപ്പുറത്ത് എന്ത് പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇപ്പോൾ ഇതിലൊരു സംശയമുള്ളത് അഡ്വക്കേറ്റ് പി ആർ അനൂപ്, ഇപ്പോൾ ഇന്നലെ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു പാകിസ്ഥാൻ അപേക്ഷിച്ചു, അതിനുശേഷമാണ് ഇതൊരു വെടിനിർത്തലിലേക്ക് എത്തിയത് എന്ന് പറയുകയാണ്. ഇത് ഇവിടെ മറ്റേതെങ്കിലും രാഷ്ട്രം അതിൽ ഇടനില നിന്നതായോ മറ്റേതെങ്കിലും രാഷ്ട്രത്തിന്റെ അഭിപ്രായം നമ്മൾ കൈക്കൊണ്ടതായോ ഒന്നുമില്ല. നമ്മൾ കൃത്യമായ ധീരമായൊരു നിലപാട് ഭീകരതയ്ക്കെതിരെ കൈക്കൊള്ളുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ തിരിച്ചടി നൽകിയത് എന്നതൊക്കെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. സൈന്യത്തിൻ്റെയൊക്കെ വിശദമായ 2 ദിവസങ്ങളിൽ പോയ വാർത്താ സമ്മേളനം ഒക്കെ നമുക്ക് അതെല്ലാം ഓർമ്മയുണ്ട് താനും. അപ്പോൾ ഇവിടെ നമ്മൾ എന്തിനാണ് ഈ മറ്റൊരു രാജ്യം അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നതിലേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നതാണോ? ട്രംപ് ഇടപെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പേരെടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പാകിസ്ഥാന്റെ ഇതിലെ അവർ ഏത് സമീപനം ആണ് പിന്നീട് സ്വീകരിച്ചതെന്നും അത് വെടിനിർത്തലിലേക്ക് പിന്നീട് കലാശിക്കുകയായിരുന്നു എന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നലെ രാജ്യത്തോട്. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമല്ലേ? പ്രധാനമന്ത്രിയെ പ്രാഥമികമായി നമ്മൾ അവിശ്വസിക്കുന്നില്ല എന്ന് തന്നെ വിചാരിക്കുക. ഒരു ചോദ്യത്തിന് വേണ്ടി അദ്ദേഹത്തെ വിശ്വാസത്തിൽ എടുക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക. പ്രധാനമന്ത്രിക്ക് അമേരിക്കയെ എതിർക്കാൻ എന്താണ് തടസ്സം? പ്രധാനമന്ത്രി പറയുകയാണ് അമേരിക്ക അതിൽ ഇടപെട്ടിട്ടില്ല, അമേരിക്കയ്ക്ക് ഒരു പങ്കുമില്ല, അത്തരം കാര്യങ്ങൾ ആരോപണങ്ങളാണ്, ദുരാരോപണങ്ങളാണ്, ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ അമേരിക്കയെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യം മുഴുവൻ ഒരുമിച്ച് അദ്ദേഹത്തിന് കൂടെ നിൽക്കില്ലേ? പക്ഷെ അദ്ദേഹം ഈ പറയുന്ന 56 ഇഞ്ചിന്റെ നെഞ്ചളവുള്ള പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റിന് മറുപടി കൊടുക്കാത്തത്? അദ്ദേഹത്തിന് മുന്നിൽ മാതൃകകളുണ്ടല്ലോ, ഇന്ദിരാഗാന്ധിയുടെ മാതൃകയുണ്ടല്ലോ.
ഈ പറയുന്ന ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ വന്ന ഇന്നത്തെ അമേരിക്കയല്ലല്ലോ, അന്നത്തെ അമേരിക്കയുടെ ഭരണാധികാരികൾക്ക് ഇന്ദിരാഗാന്ധി കൊടുത്തൊരു മറുപടിയുടെ മാതൃകയുണ്ട്. ഈ നരേന്ദ്രമോദി അദ്ദേഹം ലോക ഗുരുവാണെന്ന് അവകാശപ്പെടുന്ന നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ടാണ് ഇതിൽ മറുപടി പറയാൻ കഴിയാത്തതെന്നാണ്. ഇപ്പോൾ പോലും ഞങ്ങൾ സൈന്യം നടത്തിയ ഈ പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കാം. സൈന്യം നടത്തിയ മികച്ച പ്രകടനങ്ങളുടെ ക്രെഡിറ്റ് ഒന്നും ആർക്കും കൊടുക്കണ്ട. സൈന്യത്തെ നമ്മളൊക്കെ പിന്തുണയ്ക്കുകയാണ്. കാലാകാലങ്ങളായി സൈന്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ സൈന്യം എന്ന് പറയുന്നത് അത് പാകിസ്ഥാനിലെ സൈന്യത്തെ പോലെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒന്നല്ല. BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും സൈന്യത്തിൻ്റെതായ വ്യക്തിത്വമുണ്ട്. സൈന്യമാണ്. ഞങ്ങൾ പറയുന്ന നിലപാടെന്താ? അതിർത്തിയിൽ ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നത് സൈന്യമാണ്, നമ്മളെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞ നിലപാടെടുത്ത പ്രസ്ഥാനമാണ്. പക്ഷെ ഇവിടെ RSSന്റെ ചില ആളുകളുണ്ടല്ലോ, RSSന്റെ സർസംഘചാലക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതെന്താ? ഇന്ത്യൻ സൈന്യത്തിന് 6 മാസം എടുക്കേണ്ട ഒരുക്കങ്ങൾ 3 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞ് നമ്മുടെ സൈനിക ശേഷിയെ വില കുറച്ച് കണ്ട ആളുകളാ. ഇവിടെ ഞങ്ങൾ ഒരു ഘട്ടത്തിലും, അത് ഞങ്ങൾ ഭരിക്കുന്ന ഘട്ടത്തിലാകട്ടെ, BJP ഭരിക്കുന്ന ഘട്ടത്തിലാകട്ടെ, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന ഘട്ടത്തിലാകട്ടെ, ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രഹരശേഷിയെ, ഇന്ത്യൻ സൈന്യത്തിന്റെ ദേശാഭിമാന ബോധത്തെ, ഇന്ത്യൻ സൈന്യത്തിന്റെ ത്യാഗസന്നദ്ധതയെ 1 ഇഞ്ച് പോലും വില കുറച്ച് കാണിച്ചിട്ടില്ല. അങ്ങനെ കാണിച്ച കൂട്ടരുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ്. ഇന്ന് നരേന്ദ്രമോദി അടക്കം അംഗമായിട്ടുള്ള RSS ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ സൈന്യത്തിന്റെ ദേശാഭിമാനത്തെ കുറിച്ച് ചർച്ചയില്ല. ഞങ്ങൾ അതിന് സർവാത്മന പിന്തുണയ്ക്കുന്ന ആളുകളാ.